കഴിഞ്ഞ ഡിസംബർ 8-ന് മലയാളത്തിൽ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമ പരാതി ചാനലുകളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് യഥാർത്ഥത്തിൽ സംവിധായകനും മുൻ MLA-യും നിർമ്മാതാവുമൊക്കെ ആയിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദിനെതിരെയായിരുന്നു. അദ്ദേഹം കൈരളി TV-യുടെ ഡയറക്ടർ കൂടിയായിരുന്നു. ഈ കൈരളി TV-യുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അവരുടെ പേര് ഡോക്ടർ ആശ ആച്ചി ജോസഫ് എന്നാണ്. അവർ IFKയിൽ, അതായത് രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഒരു സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷയായിരുന്നു. അതായത് മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ സെലക്ഷൻ കമ്മിറ്റി മെമ്പറായിരുന്നു. ആ സെലക്ഷൻ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഈ പറയുന്ന PT കുഞ്ഞുമുഹമ്മദ് ഇവർക്കെതിരെ മോശമായിട്ടുള്ള ആക്രമണം നടത്തുന്നത്. ആ ആക്രമണം നടത്തിയതിനെക്കുറിച്ച് അതിഗംഭീരമായിട്ടുള്ളൊരു ലേഖനമാണ് ഇന്ന് മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ എഴുതിയേക്കുന്നത്. സാധാരണ നമുക്ക് ഇരയെന്നും അതിജീവിതയെന്നും ഒക്കെയാണ് ഇവരെ വിളിക്കേണ്ടി വരാറുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങളെ വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ ഒരു ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. കാരണം ഇത് വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ലേഖനമാണ്. അത് നിങ്ങളെല്ലാവരും തന്നെ വായിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇര, അതിജീവിത എന്നീ പദങ്ങൾ എനിക്ക് നേരെ ഉപയോഗിക്കുമ്പോൾ വ്യക്തി എന്നത് എൻ്റെ ഏറ്റവും അടിസ്ഥാന അവകാശം പോലും മായ്ച്ചു കളയാൻ സമൂഹം ശ്രമിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. സംരക്ഷണത്തിൻ്റെയോ സുരക്ഷയുടെയോ പേരിൽ ഒരു സ്ത്രീയും നിശബ്ദയാക്കാൻ പാടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. കൂടാതെ അവർ പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2025 കേരള രാജ്യാന്തര ചലച്ചിത്രമേള സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നിർമ്മാതാവും സംവിധായകനും കൈരളി TV മുൻ ഡയറക്ടറും ഗുരുവായൂർ മുൻ MLA-യുമായിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദാണ് എനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. അതിക്രമം ഒരുവിധ തെറ്റിദ്ധാരണയുടെയും ഭാഗമല്ല, ഒറ്റപ്പെട്ട പെരുമാറ്റ ദൂഷ്യവുമല്ല. സ്വന്തം സ്ഥാപനത്തിൻ്റെ അധികാരപരമായ നേട്ടം എന്താണെന്ന് അറിയാവുന്ന ഒരാൾ ബോധപൂർവം ചെയ്ത പ്രവൃത്തിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത്, നവംബർ 24-നാണ് ഇവർ മുഖ്യമന്ത്രിക്ക് രഹസ്യമായിട്ടൊരു കത്തെഴുതുന്നത്. ആ സംഭവം വിവരിച്ചുകൊണ്ട് കത്തെഴുതി 4 ദിവസത്തിനകം തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി FIR ഉടനെ തന്നെ ഫയൽ ചെയ്യുമെന്ന് അറിയിച്ചു. പക്ഷേ ആ FIR ഉടനെ തന്നെ ഫയൽ ചെയ്യപ്പെട്ടില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഡിസംബർ 8-ന് ചാനലുകളിൽ ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ FIR ഇടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടെ അക്കാദമി ഭാരവാഹികളൊക്കെ തന്നെ ഫോണിലൂടെ ഇവരെ വിളിച്ച് ദുഃഖവും ഐക്യദാർഢ്യവും അറിയിച്ചു. പ്രതിയെ IFKയിൽ നിന്ന് അകറ്റി നിർത്തും, വിവര പുസ്തകത്തിൽ പേര് ഉൾപ്പെടുത്തില്ല, ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക അതിക്രമത്തിനെതിരെ 0 ടോളറൻസ് പ്രഖ്യാപിക്കും എന്നിങ്ങനെ വാഗ്ദാനങ്ങൾ ഏറെയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകി ഡിസംബർ 8-ന് ശേഷമാണ് FIR ഇട്ടത്. സംഭവത്തിന് ശേഷം ചിലർ നിശബ്ദതയെ സുരക്ഷയായി നിർവചിക്കാൻ ശ്രമിച്ചു, ഉപദേശിച്ചു. നിന്റെ നന്മയ്ക്കായി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. കാര്യങ്ങൾ സങ്കീർണമാക്കരുത്, സംരക്ഷണം ലഭിക്കും, പക്ഷെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ മിണ്ടാതിരിക്കുക എന്നത് എൻ്റെ അന്തസ്സിനിമയിൽ നടക്കുന്ന 2ാമത്തെ അതിക്രമമായി എനിക്ക് തോന്നി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ് ഡോക്ടർ ആശ ആച്ചി ജോസഫ് എഴുതിയിട്ടുള്ളത്. കൂടാതെ അവർ പറയുന്നത്, 2017 ഫെബ്രുവരി 17-ന് സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഉൾപ്പെടുന്ന WCC എന്ന സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ ശബ്ദമുയർത്തി 9 വർഷങ്ങൾക്കിപ്പുറം തൊഴിൽ സ്ഥലത്ത് ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഭേദപ്പെട്ട സാഹചര്യങ്ങളിലുള്ള എന്നെപ്പോലൊരാൾക്ക് ഇപ്പോഴും ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു സ്ത്രീകളുടെയും അരികുവൽക്കപ്പെടുന്നവരുടെയും ജീവിതത്തിൽ എന്തൊക്കെ അതിക്രമങ്ങളാകും നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഈ പറയുന്ന വാചകങ്ങൾ എഴുതുന്നത്. കൂടാതെ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹത്തിൻ്റെ ഭാഷ എത്ര വേഗത്തിലാണ് മാറുന്നത്. അതിക്രമം എന്നുള്ളത് വിവാദമാകുന്നു, പിന്നെ പരാതി എന്നുള്ളത് ഒത്തുതീർപ്പാകുന്നു, അതിജീവിത എന്നുള്ളത് സാഹചര്യമാകുന്നു. ഇത്തരം മായ്ച്ചു കളയലിനും ഞാൻ തയ്യാറല്ല. കൂടാതെ അവർ പറയുന്നത്, എളുപ്പമായതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, നിശബ്ദത എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട 2ാമത്തെ അതിക്രമമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണെന്നാണ്. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളുടെ ചില ഈ പറയുന്ന പോലെ പെൺവേട്ടക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന സൈബർ ഒളികളോട് പറയാനുള്ള വാചകം കൂടിയാണ്. തെളിവുകൾ സമർപ്പിക്കേണ്ടത് എൻ്റെ ജോലിയല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനും ഉണ്ടായാൽ നിയമപ്രകാരം പരിഹരിക്കാനുള്ള ബാധ്യത അധികാരികളുടേതാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ അടുത്തൊരു വാചകവും കൂടിയുണ്ട്, അത് പ്രധാനപ്പെട്ട ആളുകൾ കേൾക്കേണ്ടതാണ്. കേരള സമൂഹത്തോട് ഞാൻ സഹതാപമല്ല, മറിച്ച് ഐക്യദാർഢ്യം അഭ്യർത്ഥിക്കുന്നു. അതിജീവിച്ചവർ പരിപൂർണരായിരിക്കണമെന്നില്ല എന്നാണ് ഡോക്ടർ ആശ ആച്ചി ജോസഫ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിജീവിതവരുടെ സ്വഭാവങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവരുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരല്ലേ ആദ്യം മെസ്സേജ് അയച്ചത്, അവരല്ലേ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തത്, ഫ്ലാറ്റിൽ വന്നിരിക്കാമെന്ന് പറഞ്ഞത്, ഇതിനെല്ലാത്തിനും ഈ പറഞ്ഞ പോലെ സെക്ഷലായിട്ടുള്ളൊരു താല്പര്യം അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്ന നിർവചനങ്ങളൊക്കെ നൽകുന്നതിനും അപ്പുറം യഥാർത്ഥത്തിൽ ഇത് കൃത്യമായി അവർ പറയുന്നത് അതിജീവിതകൾ പരിപൂർണരായിരിക്കണമെന്നില്ല. വിധികൾക്കായി കാത്തു നിൽക്കാത്ത
ധാർമ്മികത വ്യക്തതയുള്ള ഐക്യദാർഢ്യം വേണം. ഒരു സ്ത്രീ പരസ്യമായി സംസാരിക്കുന്നത് രഹസ്യവാതിലുകൾ എല്ലാം അടഞ്ഞതുകൊണ്ടാണ് അടഞ്ഞതിന് ശേഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഐക്യദാർഢ്യം. സ്ഥാപനങ്ങളോടും സംസ്ഥാനത്തോടും എനിക്ക് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ സംഭവം എങ്ങനെ അനുവദിച്ചു? നിയമം ആവശ്യപ്പെട്ടിട്ടും തൊഴിലിടങ്ങളിൽ ലൈംഗിക അതിക്രമം എന്തുകൊണ്ട് തടഞ്ഞില്ല? കുറ്റാരോപിതരെ അധികാര സ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കുമ്പോൾ അതിജീവിച്ചവരോട് ഒതുങ്ങിക്കൂടാൻ പറയുന്നത് എന്തുകൊണ്ട്? പരസ്യമായ സാക്ഷ്യപ്പെടുത്തലുകൾ ഭീഷണിയായി കാണുന്നത് എന്തുകൊണ്ട്? എന്ന് പറഞ്ഞ് നിരവധി ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. സംരക്ഷണം എന്നത് സ്ത്രീകളെ നിശബ്ദരാക്കുകയല്ല. സംരക്ഷണം എന്നത് ലൈംഗിക അതിക്രമം തടയാനും നിരോധിക്കാനും പരിഹരിക്കാനുമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. സംരക്ഷണം എന്നത് കുറ്റാരോപിതരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. സംരക്ഷണം എന്നത് പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് അവർ പറയുന്നത്. കൂടാതെ ലാസ്റ്റ് അവർ ഒരു വാചകവും കൂടി എഴുതി ചേർക്കുന്നുണ്ട്. ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല. നിശബ്ദത ഒരിക്കലും പുരുഷാധിപത്യത്തെ തകർത്തിട്ടില്ല. ധൈര്യവും ധാർമ്മിക വ്യക്തതയും മാത്രമാണ് മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. എൻ്റെ ശബ്ദം നാളെ മറ്റൊരു സ്ത്രീക്ക് സംസാരിക്കാനുള്ള ഭയം കുറച്ചുകൂടി കുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്. സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നവർ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കണം എന്ന ആവശ്യം ഉയർത്താൻ കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ലേഖനമാണ് യഥാർത്ഥത്തിൽ എഴുതുന്നത്. കൂടാതെ ഇവരുടെ കുടുംബത്തിലെ ചില അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. പങ്കാളിയോടും മകളോടുമൊക്കെ ഇത് തുറന്നു പറഞ്ഞപ്പോൾ എന്താണ് പരാതി കൊടുക്കാത്തത് എന്നാണ് പറഞ്ഞത്. കൂടാതെ അവരോട് പോലും തുറന്നു പറയാൻ സമയമെടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഡോക്ടറേറ്റുള്ള ഒരു വളരെ ആളുകൾ അറിയപ്പെടുന്ന ഒരാൾക്ക് പോലുമുള്ള അവസ്ഥ ഇതാണെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്നവരെയും നിസാരമാക്കപ്പെടുന്നവരെയും എത്രയോ തേങ്ങലുകൾ ഇതുപോലെ ശബ്ദമാകാതെ പോയിട്ടുണ്ടാകും എന്നുള്ളത് കൂടി ഈ പറയുന്ന പോലെ വേട്ടക്കാരും അവരുടെ വേട്ടപ്പട്ടികളുമൊക്കെ ഓർക്കുന്നത് നന്ന്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഐക്യദാർഢ്യം ഡോക്ടർ ആശ ആച്ചി ജോസഫിനോട്. പക്ഷേ ഇത് പറയുമ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ. ദിലീപ് എന്ന് പറയുന്ന നടൻ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഇത്തരത്തിൽ പല കാര്യങ്ങളും ഉണ്ടായതുമൊക്കെ തന്നെ പിണറായി വിജയൻ ഗവൺമെൻറ് LDF ഗവൺമെൻറ് വരുന്നത് കൊണ്ടാണ് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. ശരിക്കും തീർച്ചയായിട്ടും അതിൽ പോലും ചില ഒരു മേൽക്കോയ്മയുടെയൊക്കെ ഈ പറഞ്ഞ പോലെ ദുരധികാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ തീർച്ചയായിട്ടും ദിലീപിൻ്റെ കേസിലാണെങ്കിലും മറ്റു പല കേസുകളിലാണെങ്കിലും ആളുകളെ ജയിലിലടക്കാൻ കഴിഞ്ഞതും അവർക്കൊരു നടപടികൾ എടുക്കാൻ കഴിഞ്ഞതുമൊക്കെ തന്നെ എൻ്റെ വിശ്വാസത്തിൽ LDFിൻ്റെയും പിണറായി വിജയനെയും സർക്കാർ ഭരിച്ചത് കൊണ്ടാണ് എന്നുള്ളത് കൂടി പറയാതെ വയ്യ. പക്ഷെ പരിപൂർണമായ ഐക്യദാർഢ്യം. കാരണം ഏത് കൊലകൊമ്പനായാലും PT കുഞ്ഞുമുഹമ്മദ് ആണെങ്കിലും ആരാണെങ്കിലും മാറ്റി നിർത്തുകയും ഈ പറഞ്ഞ പോലെ ശിക്ഷാ നടപടികൾക്കും നിയമപരമായ നടപടികൾക്കും വിധേയനാവുകയും അർഹിക്കുന്ന ശിക്ഷ കിട്ടുകയും വേണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഡോക്ടർ ആശ ആച്ചി ജോസഫിന് ഐക്യദാർഢ്യം.